മലയാളത്തിന്റെ ശ്രീ, അതായത് നമ്മുടെ ശ്രീനിവാസൻ നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞപ്പോ ആദ്യമേ മനസ്സിലേക്ക് ഓടി വന്നത് രണ്ട് പാട്ടുകളായിരുന്നു. ആ രണ്ട് പാട്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ മ്യൂസിക് സ്റ്റോറീസിൽ. ആദ്യത്തേത് വടക്കു നോക്കിയന്ത്രം സിനിമയിലെ മായാമയൂരം പീലി നിർത്തിയോ എന്ന പാട്ടാണ്. രണ്ടാമത്തേത് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലെ ആരോരും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ എന്ന പാട്ടാണ്. ഈ രണ്ട് പാട്ടുകൾക്കും ഈ സിനിമയ്ക്കും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അതെന്താണെന്ന് പറയാം. മായാമയൂരം പീലി നിർത്തിയോ എന്നുള്ള പാട്ട് വടക്കു നോക്കിയന്ത്രം സിനിമയ്ക്ക് വളരെയധികം ഇമ്പാക്ട് നൽകിയിരുന്നു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ പാട്ട് നമ്മുടെ ശ്രീനിവാസൻ പാടിയതാണോ എന്ന് പലർക്കും സംശയം തോന്നിയിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അത്ര ചേർന്നു പോകുന്ന രീതിയിലാണ് നമ്മുടെ ജോൺസൺ മാഷ് അതിന്റെ കമ്പോസിങ്ങും രാഗവും ഒക്കെ ചെയ്തിട്ടുള്ളത്. തളത്തിൽ ദിനേശൻ എന്ന സംശയരോഗിയായിട്ടുള്ള ക്യാരക്ടർ ആണ് ശ്രീനിവാസൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. ആ ശ്രീനിവാസൻ തന്റെ ഭാര്യയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ തന്റെ നവവധുവിനെ കുറിച്ച് സ്വപ്നം കാണുന്നതാണ് മായാമയൂരം എന്ന പാട്ടിലൂടെ കാണിക്കുന്നത്. ജോൺസൺ മാഷ് ഈ പാട്ടിന് ഈണം നൽകിയത് കൂടാതെ MG ശ്രീകുമാർ ഇതിന് പാട്ട് പാടിയത് കൂടാതെ ഇതിന് വരികൾ എഴുതിയിട്ടുള്ളത് നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ആ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് MG ശ്രീകുമാറിനും മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് നമ്മുടെ ജോൺസൺ മാഷിനും ലഭിച്ചിരുന്നു. വടക്കു നോക്കിയന്ത്രത്തിലെ കമ്പോസിംഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ചിന്താവിഷ്ടയ ശ്യാമളയിലേക്ക് ജോൺസൺ മാഷിനെ നമ്മുടെ ശ്രീനിവാസൻ ക്ഷണിക്കുന്നത്. ആ ക്ഷണം വെറുതെയായില്ല. എന്നാൽ ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ നമ്മുടെ ശ്രീനിവാസൻ നമ്മളെ വിട്ട് മറഞ്ഞു പോയിരിക്കുന്നു. ആ നഷ്ടം മലയാളത്തിന് തീരാ ദുഃഖം തന്നെയാണ്. ഈ പാട്ടിന്റെ അനുപല്ലവി ഇങ്ങനെയാണ്: കാതര മുകിലിന്റെ കൺപീലിത്തുമ്പിന്മേൽ ഇടർ നിൽക്കൂ കണ്ണുനീർ താരകം എന്ന്. എത്ര മനോഹരമായിട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി ഈ വരികൾ എഴുതിയിട്ടുള്ളത്. ഈ പാട്ട് പാടിയിട്ടുള്ളത് KJ യേശുദാസാണ്. എന്നാൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ പാട്ട് എഴുതിയിട്ടുള്ള ഗിരീഷ് പുത്തഞ്ചേരിയും ഇതിന് ഈണം നൽകിയിട്ടുള്ള ജോൺസൺ മാഷും ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ശ്രീനിവാസനും ഇപ്പോ നമ്മുടെ കൂടെയില്ല.